അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്ത്. ഈ സൂറത്ത് നമുക്ക് ഡെയിലി ഒരു മുസ്ലിമായ വ്യക്തിക്ക് 17 പ്രാവശ്യം ഡെയിലി ചൊല്ലൽ നിർബന്ധമാണ്. അത്രയും നമ്മുടെ ലൈഫിൽ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സൂറത്ത്. ഈ സൂറത്തിൻ്റെ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സൂറത്ത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതെ, സൂറത്തുൽ ഫാത്തിഹ. നിങ്ങൾ പറഞ്ഞില്ലേ, അതന്നെ സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളിലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർണ്ണമായിട്ടും 17 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു അമലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്ത് കാണാപ്പാഠം ഇല്ലാത്തവർ, ഹിഫ്ള് ഇല്ലാത്തവരുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏതാണെങ്കിലും ഈ സൂറത്തിൻ്റെ ചില ഫലങ്ങളും മഹത്വങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുൻവേദങ്ങളിൽ ലഭ്യമല്ലാത്ത ഒന്ന് എനിക്ക് അവതീർണമായി, അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സൂറത്ത്, അതാണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റും ഒരുപാട് മഹത്വങ്ങൾ ഫാത്തിഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതുക, മരണമല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കുന്നതാവുമെന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചൊക്കെ. കള്ളന്മാരിൽ നിന്നും ഇങ്ങനെ എന്തൊക്കെ ചതികളുണ്ടോ അതൊക്കെ പടച്ച റബ്ബ് കാക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ ഫാത്തിഹ എന്നുള്ളത് എല്ലാ രോഗങ്ങൾക്കുള്ള ശമനം അതിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വിഷം തട്ടിയാൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ അതിൽ നിന്ന് സലാമത്ത് ഉണ്ടാക്കും. അതുപോലെ തന്നെ തുമ്മിയ ഉടനെ സൂറത്തുൽ ഫാത്തിഹ നാവും പല്ലും നല്ല രീതിക്ക് ചലിപ്പിച്ചോതിയാൽ അവൻ്റെ ജീവിതത്തിൽ പല്ലുവേദന ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഓരോന്ന് ആലോചിച്ച് നോക്കില്ലേ. അതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം കണ്ണേർ മുഖാന്തരം ഉള്ള ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് തകർച്ചയിലായി, അതുപോലെ ബിസിനസ് തുടങ്ങാൻ നിൽക്കുക, പക്ഷേ അതിനൊക്കെ തടസ്സമാണ്. വീട് പണി തുടങ്ങി, അതിനൊക്കെ തടസ്സം. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങളില്ലേ കണ്ണേർ മുഖാന്തരം. ആ കണ്ണേറിൽ നിന്നുമുള്ള സുരക്ഷിതത്വം ഈ സൂറത്തിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ അത് ഈ കണ്ണേറിൽ നിന്നുള്ള ശമനമാക്കിയിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് മാറുന്നതാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഒരു രോഗിയുടെ അടുക്കൽ വെച്ച് 41 ഫാത്തിഹ ഓതിയാൽ ആ രോഗിയുടെ രോഗത്തിന് ശമനം ലഭിക്കുന്ന. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പറയണം. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.